31 ഇന പദ്ധതികളുമായി നവകേരളം നവ ആദവനാട് എന്ന പേരിൽ LDF ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. മൈക്രോ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഡയാലിസിസ്, കീമോ രോഗികൾക്ക് സാമ്പത്തിക സഹായം, ഡയാലിസിസ് സെന്റർ, ഡയപ്പർ ഡിസ്പേഴ്സിംഗ് യൂണിറ്റ്, തെരുവ്നായ ശല്യം അവസാനിപ്പിക്കും, ബൂസ്റ്റർ ടാങ്കുകൾ സ്ഥാപിക്കൽ, ഭൂരഹിതർക്ക് ഫ്ളാറ്റ്, ഗ്രാമവണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യയാത്ര, ഗ്രാമീണ അനുഭവ ടൂറിസം, ആദവനാട് ഫുട്ബോൾ ലീഗ്, AFL, ഇരുട്ടില്ലാത്ത ആദവനാട്, ആദവനാട് മഹോത്സവങ്ങൾ, പ്രവാസി കോ-ഓപ്പറേറ്റീവ് സംഘം, കുടുംബശ്രീ മൈക്രോ സംരംഭകത്വ ഹബ്ബ്, ആദവനാട് ശ്രീ അവാർഡ്, ആദവനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ്, ALF ഡിജിറ്റൽ ഗ്രാമം, ഭിന്നശേഷി സൗഹൃദം, ബാലസൗഹൃദ വീടുകൾ, ആധുനിക രീതിയിലുള്ള ശ്മശാനം യാഥാർത്ഥ്യമാക്കും എന്നിങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. വർഷത്തേക്കുള്ള LDFന്റെ പ്രകടന പത്രികയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത്. 31 പരിപാടികളിലായി ആദവനാടിന്റെ സമഗ്ര വികസനത്തിൽ ആ വികസന പ്രവർത്തനങ്ങളിലൂടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും ആദവനാടിനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി നവകേരളം നവ ആദവനാട് എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കാനാണ് LDF പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരുന്നത്. LDF സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന നയങ്ങൾ, ആ നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആദവനാടിനെ പൂർണ്ണമായും വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം. കഴിഞ്ഞ 20 വർഷക്കാലമായി വികസന കാര്യത്തിൽ പുറകോട്ട് പോയ ആദവനാട് വരുന്ന 5 വർഷക്കാലം കൊണ്ട് ലോക ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്ന് LDF ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി എല്ലാ രംഗത്തും, പ്രധാനമായും തൊഴിൽ മേഖലയിൽ മൈക്രോ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയുക, അതുപോലെ തന്നെ തൊഴിൽ ദാതാ കണക്ടിവിറ്റി സെൽ ആരംഭിക്കാൻ കഴിയുക, ആരോഗ്യരംഗത്ത് ഡയാലിസിസ് കീമോ രോഗികൾക്ക് അവർക്ക് സാമ്പത്തിക സഹായം നൽകുക, പഞ്ചായത്തിൽ ഒരു ഡയാലിസിസ് സെന്റർ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുക, ശുചിത്വ ഗ്രാമം എന്ന നിലയ്ക്ക് ആദവനാടിനെ മാറ്റിയെടുക്കുക, ഹരിതഗൃഹം, എല്ലാ വീടുകളും ഹരിതഗൃഹങ്ങളാക്കി മാറ്റുക, വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ സ്കൂളുകളെയും ഏറ്റവും മികച്ച സ്കൂളുകളാക്കി മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ കുടിവെള്ള പ്രയാസം നേരിടുന്ന, ശുദ്ധജല പ്രയാസം നേരിടുന്ന എല്ലാ സ്കൂളുകൾക്കും ശുദ്ധജല പദ്ധതി നടപ്പിലാക്കുക. എല്ലാ വിദ്യാലയങ്ങളും പുതിയ രീതിയിൽ തന്നെ സ്പോർട്സ് അക്കാദമി വരെ ആരംഭിക്കാൻ കഴിയുക എന്നതാണ് നാം ലക്ഷ്യമിക്കുന്നത്. അതോടൊപ്പം എല്ലാ വീട്ടിലും കുടിവെള്ളം, ടാപ്പ് കണക്ഷൻ എത്തിക്കുക. എല്ലാ വീട്ടിലും ടാപ്പ് കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടി ബൂസ്റ്റർ ടാങ്ക് നിർമ്മിക്കുക. നമ്മുടെ പാർപ്പിടം, ഈ പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ആളുകളും വിവിധ ഭവന പദ്ധതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പാർപ്പിടം നൽകുക. വീട് റിപ്പയറിനും ടോയ്ലറ്റ് റിപ്പയറിനും നമ്മുടെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുക. ഫ്ലാറ്റ്, ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റ് സമുച്ചയം കൊണ്ടുവരിക. റോഡ് ഗതാഗതം, ഈ പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റുക. GIS മാപ്പിംഗ് സൗകര്യം ഉണ്ടാക്കുക. ആ രീതിയിൽ ഏറ്റവും മികച്ച ഗതാഗത സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടൂറിസം രംഗത്ത് ആദവനാടിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഗ്രാമീണ ടൂറിസം എന്ന പ്രത്യേക പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ സാംസ്കാരിക ടൂറിസത്തിന് മേൽപ്പത്തൂരും ആഴ്വാഞ്ചേരി മലയും ഒക്കെ അടങ്ങുന്ന ഈ പ്രദേശം സാംസ്കാരിക ടൂറിസത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം എന്ന് LDF ആഗ്രഹിക്കുകയാണ്. കാർഷിക രംഗത്ത് വലിയ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. ആദവനാട് പച്ചക്കറി കൃഷിയിലും വെറ്റില കൃഷിയിലും നാളികേര കൃഷിയിലും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന് സ്പെഷ്യൽ ബ്രാൻഡിംഗ്, നമ്മുടേതായ സാധനങ്ങളുടെ കൃഷി ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ്, ആദവനാട് കൃഷി ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് സാധ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ കാർഷിക രംഗത്തെ എല്ലാ കൃഷിക്കാർക്കും അവർക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, അവരെ വിള ഉപദേശവും എല്ലാത്തിനും മണ്ണ് പരിശോധനയും എല്ലാം അടക്കം നൽകുന്നതിന് വേണ്ടി കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ പഞ്ചായത്തിൽ ഇതുവരെയും ഒരു ബഡ്സ് സ്കൂളില്ല. ഈ പഞ്ചായത്തിനകത്ത് ഒരു ബഡ്സ് സ്കൂൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പകൽ വീടില്ല. പകൽ വീടില്ലാത്ത ഈ പഞ്ചായത്തിൽ ഏറ്റവും അടിയന്തരമായി പകൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ട സംവിധാനം ഉണ്ടാകും. ഈ പഞ്ചായത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം, ഒരു ശ്മശാനമില്ല. SC ശ്മശാനത്തിന് വേണ്ട പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ആ SC ശ്മശാനം ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ കാലത്ത് പഞ്ചായത്തിലുണ്ടായിരുന്ന മാർക്കറ്റ്, കഴിഞ്ഞ LDF കാലത്ത് പഞ്ചായത്തിനകത്ത് ഉപയോഗിച്ച മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയിരിക്കുകയാണ്. ആ മാർക്കറ്റ് തിരിച്ചുപിടിച്ച് മത്സ്യ മാംസ മാർക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. പഞ്ചായത്തിനകത്ത് നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ
ആഴ്ച ചന്തയിലൂടെ വിൽക്കുന്നതിന് വേണ്ടി കൃഷിക്കാർക്ക് സൗകര്യം ഉണ്ടാകും. എല്ലാ ആഴ്ചയിലും നമ്മൾ ചന്ത ആരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കും. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ മാർക്കറ്റ് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ പഞ്ചായത്തിലെ മുഴുവൻ മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും. പൂർണ്ണമായ വ്യാപാര മേഖലയ്ക്കകത്ത് വൈഫൈ സോൺ അടക്കം ഫ്രീ വൈഫൈ സോൺ അടക്കം നമുക്ക് രൂപീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറ്റം സാധിക്കും. ഓട്ടോറിക്ഷ, കാർ പാർക്കിങ്ങിന് സൗകര്യം, നമ്മുടെ ടൗണുകൾ പുത്തനത്താണിയും വെട്ടിച്ചിറയും അടക്കമുള്ള നമ്മുടെ എല്ലാ ടൗണുകളും നമുക്ക് സൗന്ദര്യവൽക്കരിക്കേണ്ടി വരും. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശങ്ങളിൽ നമുക്ക് അവിടെ ആ പോസ്റ്റുകളും കേബിളുകളും ഒക്കെ മാറ്റിക്കൊണ്ട് വെർട്ടിക്കൽ ഗാർഡൻ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ടൗണിനെയും സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കുകയാണ്. ഈ രീതിയിൽ ആദവനാടിന്റെ സമഗ്ര വികസനമാണ് നാം ലക്ഷ്യമാക്കുന്നത്. ആ ലക്ഷ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലം ആദവനാടിനെ ഇരുട്ടിലാക്കി മാറ്റിയ ഭരണസമിതിയെ ഒരു കാഴ്ചപ്പാടുമില്ലാതെ, ഭരണ കാഴ്ചപ്പാടില്ലാതെ, വികസന കാഴ്ചപ്പാടില്ലാതെ നമ്മൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആദവനാടിനെ വളരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയാണ് നാം ലക്ഷ്യം വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിട്ടുപോയത് പ്രവാസി ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, യുവജനക്ഷേമം എന്നീ രംഗത്തും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. പ്രവാസികളുടെ പുനരധിവാസവും തൊഴിൽ ദാനവും ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കും. എല്ലാ വാർഡിലും ജനസേവന കേന്ദ്രങ്ങൾ ആരംഭിക്കും. കുടുംബശ്രീ മൈക്രോ സംരംഭകത്വ യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ആദവനാട് മഹോത്സവം സംഘടിപ്പിക്കും. ആദവനാട് മഹോത്സവം എല്ലാ വർഷവും ആദവനാട് മഹോത്സവം, മൺസൂൺ ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. സന്നദ്ധ സേന ഉപയോഗിച്ചുകൊണ്ട് യുവജന ക്ലബ്ബുകൾക്ക് മുഴുവൻ സഹായം എത്തിക്കാൻ കഴിയും. ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളാക്കി മാറ്റി വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഈ പ്രവർത്തനങ്ങൾ ആകെ വിജയിപ്പിക്കുന്നത് ഇതാകെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ഈ വികസന മുന്നേറ്റത്തിൽ സഹായിക്കുന്നത് LDFന്റെ 24 സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് ആദവനാട്ടുകാർ തയ്യാറാകണം എന്ന് ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. LDF നേതാക്കളായ സി വിജയകുമാർ, ഇട്ടി ജെ രാജേഷ് മാസ്റ്റർ, പോപ്പുലർ അബൂബക്കർ, മനാഫ് പറമ്പിൽ, KP സുകുമാരൻ, KP പവിത്രൻ, ഷാഹിദ്, P വിജയൻ, വിനു ചേലൂർ, ഉസ്മാൻ പൂളക്കോട്, KP കേശവദേവ് എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.